ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലി സംബന്ധമായ വിഷയങ്ങൾക്കാണ്. നൈപുണ്യ പരീക്ഷ, മത്സര പരീക്ഷ. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ മാതാവിൻ്റെ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം വലിയ തോതിൽ അമ്മ പ്രൊഫഷണൽസിനെ സഹായിക്കുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയുന്നത്. നിങ്ങളും ഈ സമയത്ത് MOH ഹാദ്, അതുപോലെ തന്നെ PT, ഇങ്ങനെ പ്രൊഫഷണൽ ടെസ്റ്റുകളെല്ലാം പങ്കെടുക്കുന്നവർ, ഉടമ്പടി വിജയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചിലർക്ക് സാക്ഷ്യം പറയണത് ആ മാർക്ക് എങ്ങനെ വന്നുവെന്ന് പോലും എനിക്കറിയത്തില്ലെന്നാണ്. ഒത്തിരിയേറെ മിസ്റ്റേക്കുകൾ വരുത്തി എല്ലാം നെഗറ്റീവ്സ് അടിച്ചു പോയിട്ടും ഇത്രയും മാർക്ക് അമ്മ മാത്രം ഇട്ട് തന്നതാണ്. അച്ചോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, എല്ലാ വിദ്യാർത്ഥികളെയും മത്സര പരീക്ഷ, യോഗ്യത പരീക്ഷ, ഇന്റർവ്യൂ, ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ, എഴുതി കഴിഞ്ഞവരെ, റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവരെ, ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കൃപ, പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്താൽ അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. വിവാഹ തടസ്സങ്ങള്, ഭാഗോടമ്പടി ചെയ്യാത്തവരെ, ചെയ്യാതെ കിട്ടാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, ജോലി സഞ്ചാരങ്ങൾ, ജോലി സംബന്ധമായ യാത്രയിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നവർ, ഓരോ വിഷയത്തിനും പ്രത്യേകം ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പൈസ കിട്ടാനൊരു ഡേറ്റ് വന്നിട്ടുള്ളവരുണ്ടാകാം, പൈസ കൊടുക്കാൻ ഡേറ്റ് ഉള്ളവരുണ്ടാകാം. പൈസ കിട്ടാനുള്ള ആൾക്കാർക്ക് സന്തോഷവും കൊടുക്കാനുള്ളവർക്ക് സങ്കടമൊക്കെ ഇരിക്കും. എന്തായാലും ഡേറ്റാണ് നീട്ടിരിക്കണത്. ആ ഡേറ്റ് നമ്മൾ ആശീർവദിക്കുകയാണ്. കൃപാസനത്തിൽ ഡേറ്റിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ പരീക്ഷ ഡേറ്റ് ആകാം, ചില മനസ്സമ്മതത്തിന് ഡേറ്റ് ആകാം, ചിലപ്പോൾ വിവാഹത്തിന് ഡേറ്റ് ആകാം, ചിലപ്പോൾ സ്ഥലം വിൽക്കാൻ ഡേറ്റ് ആകാം, ചിലപ്പോൾ പൊക്കുവര ഡേറ്റ് ആകാം, ചിലപ്പോൾ കേസിൻ്റെ കോടതി ഡേറ്റ് ആകാം. എല്ലാ ഡേറ്റുകളും സമർപ്പിക്കുക. നിന്നുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകളെല്ലാം സമർപ്പിക്കുക. ഇപ്പോൾ കർത്താവ് ഡേറ്റുകളെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ഡേറ്റിന് ആവശ്യമായ കൃപ പരിശുദ്ധ അമ്മ വഴി നിനക്ക് നൽകാൻ പോവുകയാണ്. സ്തുതിച്ചുകൊണ്ട് ഡേറ്റ് സമർപ്പിക്കണം. കർത്താവേ, ഡേറ്റുകളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഡേറ്റുകളുടെ മേൽ, തീയതികളുടെ മേൽ കർത്താവിൻ്റെ ശക്തികളുടെ യേശുക്രിസ്തുവിനുമായ നാമത്തിൽ ഡേറ്റിനുണ്ടാകുന്ന മുഴുവൻ സാങ്കേതിക ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. എന്താണ് ഇങ്ങനെ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞതെന്ന് അറിയാവോ? ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയതി. എന്താ തീയതി പറഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, കുറേ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെസ്സേജ് എടുക്കുമ്പോൾ കിട്ടുന്ന ഡേറ്റാണ് അവർ സാക്ഷ്യത്തിൽ പറയണത്. ഇപ്പോൾ 18 പറഞ്ഞ സാക്ഷ്യം ഡൈമർ പറഞ്ഞു 18 നിൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ആ 18-ാം തീയതി തന്നെ PSC ഓഫീസിൽ നിന്ന് വരെ വിളിക്കും. അതാണ് ഡേറ്റ് എന്ന് പറയണത്. പിന്നെ 18 പറഞ്ഞു വരുന്നത് കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ 18 തന്നെയായിരിക്കും നടക്കുന്നത്. ആ ഡേറ്റ് പിന്നെ ആക്രമണങ്ങളൊന്നുമില്ല, മറ്റ് വിഷമതകളുടെ പ്രതിലോമ കാര്യങ്ങളുടെ ആക്രമണങ്ങളുണ്ടാകത്തില്ല. കൃപാസനത്തിൽ എന്താ ഡേറ്റ് വരാൻ കാര്യം വെച്ചാൽ അമ്മ ഡേറ്റിൻ്റെ ആളാണ്, അമ്മ സമയത്തിൻ്റെ ആളാണ്.
കൃപാസനത്തിലെ അമ്മ ഉടമ്പടി സമയത്തിൻ്റെതാണ്. സമയഘടികാരം നെഞ്ചി ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഡേറ്റിനോട് ബന്ധപ്പെട്ട് എന്ത് സമയമായാലും ഉടമ്പടി ചെയ്യുമ്പോഴും ആ സമയം ഉണ്ടെങ്കിലെല്ലാം ആ സമയമെല്ലാം പരിരക്ഷിതമാണ്. മരിയം പരിരക്ഷയുള്ളതാണ് സമയത്തിൻ്റെ മേലെ. അതുകൊണ്ടാണ് ഡേറ്റ് പ്രധാനപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നത്. നീ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷ കാണുക ചെല്ലുമ്പോഴും നിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളെല്ലാം ഓർത്ത് അമ്മയുടെ അനുഗ്രഹം ചോദിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാപന ആശീർവാദമാണ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. ഉടമ്പടി പുതുക്കിയിരിക്കുന്നവരും ഒരു കാരണവശാലും പത്രപ്രേക്ഷിതത്വം മുടങ്ങരുത്. പിന്നെ ഇവിടുത്തെ റെഡിവേഡ് പറഞ്ഞ പോലെ 200 വീട്ടുകാരുള്ള പള്ളിയിലൊക്കെ കൊണ്ടുപോയി 2000 പത്രം വെച്ച് കഴിഞ്ഞാൽ ബാക്കി 1800 എടുത്തിട്ട് കത്തിച്ച് കളയും. അങ്ങനെ വന്നാൽ അതിൻ്റെ കേട് നിങ്ങൾക്ക് തന്നെയായിരിക്കും, നിങ്ങളുടെ കാര്യം നടക്കത്തുമില്ല. കാര്യം ഒരു പള്ളിയിലും കൊണ്ടേ പത്രം വെക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പത്രം നിങ്ങൾ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന്, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന്, ഭവനങ്ങളിലോ റെയിൽവേ സ്റ്റേഷനിലോ ബൈ പേഴ്സൺ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടതാണ്. അത് പ്രാർത്ഥിച്ച് കൊടുക്കണം. നിങ്ങളുടെ ആസ്തി എന്ന് പറഞ്ഞാൽ കൃപാസനം വിലയിരുത്തുന്നത് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തന ആസ്തിയാണ്. അച്ഛനോട് എന്ത് പറഞ്ഞാലും ഞാൻ ഉടനെ ഉടമ്പടി പേപ്പർ എടുക്കത്തിട്ട് അതിനകത്ത് പത്രത്തിൻ്റെ ലിസ്റ്റേ നോക്കത്തുള്ളൂ, വേറെ ഒന്നും നോക്കത്തില്ല. നിങ്ങൾ അച്ഛനോട് എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ നിങ്ങളുടെ ഉടമ്പടി പേപ്പർ ചോദിക്കും, അത് പുതുക്കിയതാണെന്ന് ചോദിക്കും. പുതുക്കിയതല്ലെന്ന് പറഞ്ഞ് എടുക്കാൻ പോലും അനുവദിക്കത്തില്ല, എടുക്കണമെന്ന് പറയും. ഉടമ്പടി പേപ്പർ എന്ന് പറയുമ്പോൾ അത് പുതുക്കിയതാണെന്ന് അച്ഛൻ ചോദിക്കത്തുള്ളൂ, പുതുക്കിയതല്ലെങ്കിൽ എടുക്കണമെന്ന് പറയും. കാരണം പുതുക്കാത്ത ഉടമ്പടി പ്രാർത്ഥന ഞാൻ ഉടമ്പടി പത്രമായിട്ട് കണക്കാക്കണില്ല. അതാണ് കാര്യം. ഒരു ഘട്ടമെങ്കിലും കാര്യം അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ഘട്ടമെങ്കിലും കഴിഞ്ഞിരിക്കണം. പുതുക്കി കഴിഞ്ഞാൽ പിന്നെ നോക്കണത് പുതുക്കിയതിന് ശേഷം എത്ര പ്രാർത്ഥന കൂടി അതിൻ്റെ പത്രത്തിൻ്റെ കാർഡുണ്ടെന്ന് നോക്കും. അത് വളരെ സീരിയസാണ്. എന്താ കാര്യം? മെരിയൻ മിഷൻ നടന്നിട്ടുണ്ടെന്ന് നോക്കണത്. അമ്മയാണ് ലോകത്തിന് ഈശോനെ കൊടുത്തത്, പിന്നെ കൊടുക്കണത് നമ്മളാണ്. പത്രത്തിൻ്റെ സാക്ഷികൾ നിങ്ങൾ കേട്ടല്ലോ. ഇതിങ്ങനെ ഒരു പത്രം കത്തോലിക്ക സഭ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പത്രം തൊടുമ്പ സൗഖ്യം. കഴിഞ്ഞ ഞായറാഴ്ച സൗഖ്യം എന്താണെന്നറിയാമോ? 6 കൊല്ലമായിട്ട് തളർന്ന് കിടന്നയാൾ അവസാനം അവർക്ക് തോന്നി പത്രം ചുരുട്ടി വെക്കണമെന്ന്. പത്രം ചുരുട്ടി വെച്ച് രാവിലെ എഴുന്നേരപ്പോൾ ആൾ നടക്കാൻ തുടങ്ങി. ഇത് എനിക്ക് ഒത്തിരിയേറെ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ പത്രം ചുരുട്ടണമെന്ന്, പത്രം തിരിഞ്ഞണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ജനങ്ങളോട് അമ്മ പറഞ്ഞതാണ്. അതാണ് പത്രം എടുക്കുമ്പോൾ എൻ്റെ മാതാവെന്ന് വിളിക്കണത്. അവർക്കറിയാം അത് അമ്മ മാതാവിൻ്റെ കരസ്പർശമുള്ളതാണെന്ന്. അപ്പം അതുകൊണ്ട് പത്രം നിങ്ങൾ ഭക്തിയോടെ കൊടുക്കണം, പ്രാർത്ഥനയോടെ കൊടുക്കണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവമേ, അനേകം പത്രം വായിക്കുന്നവരെല്ലാം നിന്നെ അറിഞ്ഞ് തിരിച്ചു വരാൻ അനുതാപത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ ഇടയാക്കണമെന്ന്. പത്രം വായിച്ചാൽ പോരാ, അവർ വിശുദ്ധിയോടെ ജീവിക്കണം. ദൈവനാമത്തെ പറഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കണം. അവിടെ ആത്മാക്കൾ നിത്യതയെ വീണ്ടെടുക്കണം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് പ്രേക്ഷിത പ്രവർത്തനം. അതിനാണ് പത്രം വാങ്ങിക്കണം നമ്മൾ. അതുകൊണ്ട് ഒറ്റയടിക്ക് കൊണ്ടേ കൊടുക്കേണ്ട, എവിടെയെങ്കിലും വെച്ചൊരു ഓടരുത്. 5 വീതം കൊടുക്കുക. ഒരു ദിവസം 5 കൊടുത്താൽ മതി. ബന്ധുക്കളെ വീട്ടിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും. ഇപ്പോൾ പത്രം നമ്മൾക്ക് അടുത്ത മാസം മുതൽ കന്നഡ പത്രം, അതുപോലെ തന്നെ തെലുങ്ക് പത്രമുണ്ട്, തമിഴ് പത്രം ഇപ്പം തന്നെ ഉണ്ട്, ഇംഗ്ലീഷ് പത്രമുണ്ട്, ഹിന്ദി പത്രം ഇപ്പം തന്നെ ഉണ്ട്. ലോക സുവിശേഷവൽക്കരണമാണ് അമ്മ മാതാവ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദി കൗൺസിലിങ്ങും തെലുങ്ക് കൗൺസിലിങ്ങും ഉടനെ ആരംഭിക്കുക. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളത്തിന് പുറത്ത് പോകുന്നവർ ഹിന്ദി പത്രമോ ഇപ്പോൾ ഉള്ളത് മറുഭാഷാ പത്രങ്ങളുള്ളത് ഹിന്ദിയും തമിഴും ഇംഗ്ലീഷുമാണ്. അതാണ് പുറത്ത് പോകുന്നവർ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. കേരളത്തിന് പുറത്ത് പോകുന്നവർ അത് വാങ്ങിച്ചുകൊണ്ടാണ് പോകേണ്ടത്. പക്ഷെ വാങ്ങിച്ചു പോകുമ്പോൾ ഇപ്പം വിജയകുമാർ സാറിൻ്റെ രാവിലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു മുറിയിൽ നിന്ന് പറഞ്ഞത്, അതായത് 6 ദിവസമായിട്ട് മനം പോകാതെ ഇനി ഓപ്പറേറ്റ് ചെയ്താലേ പുകത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തമിഴ് പത്രം എടുത്ത് എന്തോ ഒരു ഉൾക്കാഴ്ചയിൽ
വയറെ വെച്ച് പ്രാർത്ഥിച്ചതാണ്. അതിൽ കിടക്കുന്ന സാക്ഷ്യം വായിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. ആ പത്രം വെച്ച സമയത്ത് തന്നെ മരം പോയി. കോൺസ്റ്റിപ്പേഷൻ്റെയൊക്കെ അവസ്ഥയാണ്. ഇതിങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നേരത്തെ ഇവിടെ കേട്ടിട്ടുണ്ട്. നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് അമ്മ ഉദ്ദേശിക്കണമെന്ന്. പ്രേക്ഷിത പ്രവർത്തനമാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. പത്രം വല്ലാണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേരണം, കർത്താവിൻ്റെ വചനം കേൾക്കണം, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ അറിയണം, ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജനം ദൈവത്തെ സത്യമായി വിശ്വസിക്കണം. അതിങ്ങനെ അവർ വീണ്ടെടുക്കപ്പെടണം, നിത്യതയോളം ജീവിക്കണം. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള നിത്യതയുടെ പ്രേക്ഷിത പ്രവർത്തനമാണ് നിങ്ങൾ ഈ കൊച്ചു കാശ് കൊടുത്ത് ചെയ്യണ വലിയ പ്രവർത്തനം. അവരുടെ പത്രം വാങ്ങിക്കാതെയും അതിൻ്റെ ചീട്ട് വാങ്ങിക്കാതെയും ആരും പോകരുത്. നിറച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. ഇന്ന് സൗകര്യമുള്ള രോഗികൾക്ക്, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രോഗികൾക്കെല്ലാം അച്ഛൻ ഹോസ്പിറ്റൽ മിഷൻ കഴിയുമ്പോൾ, ഹോസ്പിറ്റൽ മിഷൻ ഉള്ളത് അൽത്താറയിലാണ്, അവിടെയാണ്. അല്ല, അൽത്താറയല്ല, ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ഹോസ്പിറ്റൽ മിഷൻ നടക്കുന്നത്. അത് കഴിയുമ്പോൾ വിജയകുമാർ സാറിൻ്റെ കൗൺസിലിംഗ് ഉണ്ടാകും. അച്ഛൻ മെയിൻ ഓൾട്ടറെ വരും. ഹോസ്പിറ്റൽ മിഷൻ കഴിയുമ്പോൾ അച്ഛൻ മെയിൻ ഓൾട്ടറെ വരും. അപ്പോൾ ചീട്ടെടുത്ത രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ചീട്ട് പബ്ലിക്കേഷൻ ഓഫീസിൽ നിന്ന് ചീട്ട് കിട്ടും. ക്യാൻസർ രോഗികൾക്ക് ചീട്ട് കിട്ടും, കരൾ രോഗികൾക്ക് ചീട്ട് കിട്ടും, കിഡ്നി രോഗികൾക്ക് ചീട്ട് കിട്ടും. നിറച്ച വസ്തു ഉയർത്തി പിടിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. Lord Jesus Christ, pour out His Spirit, that your fire finger soak with the precious blood. And to the Catholic Church, the power of Jesus Christ, with the members of the Holy Priesthood, I bless and hallow the service, those who have grace and peace and power. ത്രിയേക ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ആയിരം നന്ദി പറയുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023. എൻ്റെ പേര് ഡയന, ഇത് അലക്സ്, 2 കുട്ടികൾ. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. ഇപ്പോൾ UK ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് 2023 നവംബർ 14
ഞങ്ങൾ ഗൾഫിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് UK പോകാനുള്ളൊരു ചാൻസ് ലഭിച്ചപ്പോൾ 2 ഡിസിഷൻ വന്നു, പോകണോ വേണ്ടയോ. അങ്ങനെ ആ സമയത്താണ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള സാധ്യത ഞങ്ങൾക്കില്ലാഞ്ഞ സമയത്താണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതും കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതും. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ UK അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അവിടെ എക്സാം ഉണ്ട്, ഓസ്കി എക്സാം. അത് ഇച്ചിരി ടഫാണ് പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിക്കണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. ദൈവകൃപയാൽ 1ാമത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ അത് പാസ്സാകുവാൻ സാധിച്ചു. അതുകൂടാതെ എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്നൊരു കാര്യമാണ്, 2 വ്യക്തികൾ, എൻ്റെ അറിയാവുന്ന 2 വ്യക്തികൾ തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് അവർ തമ്മിൽ പിണക്കമാണ്, സംസാരിക്കാറില്ല. അതൊരിക്കലും അവരിനിയും സംസാരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ ഞാൻ ഉടമ്പടി എടുത്ത് കുറച്ച് മാസങ്ങൾക്കകം തന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. അത് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് പോലും അത്ഭുതമാണ്. കാരണം അവർ പോലും അത്രയും ചിന്തിച്ചിരുന്നില്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന്. പിന്നീട് കുറേ നിയോഗങ്ങളുണ്ടെങ്കിലും ബാക്കിയും ദൈവമാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ UK ചെന്ന് കഴിഞ്ഞ് ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അതിൽ ഹസ്ബൻഡ് UK ഞങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അസിസ്റ്റൻറ്റ് നഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് 15 വർഷത്തോളമായി. അപ്പം ലാസ്റ്റ് ഡ്യൂട്ടിയുടെ ദിവസം ഹസ്ബൻഡ് പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ ഇവിടുന്ന് അസിസ്റ്റൻറ്റ് നഴ്സായിട്ടാണ് നിർത്തുന്നത്, UK ചെന്ന് രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലിക്ക് കയറാനുള്ള അനുഗ്രഹം തരണമേ എന്ന്. അങ്ങനെ ഹസ്ബൻഡ് പക്ഷേ പിന്നീട് അതിനെപ്പറ്റി അങ്ങ് ആലോചിച്ചില്ല. UK ചെന്ന് പല ജോബുകൾക്ക് അപ്ലൈ ചെയ്തു, ഒന്നും കിട്ടിയില്ല, എല്ലാം റിജക്ഷനായിരുന്നു. ഈവൻ അസിസ്റ്റൻറ്റ് നഴ്സിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്തിരുന്നു, അതെല്ലാം റിജക്റ്റായി. കൂടെയുള്ള ഞങ്ങളുടെ കൂടെ വന്ന കുറേ ആളുകൾക്കൊക്കെ ജോലി ലഭിച്ചപ്പോൾ പോലും ഹസ്ബൻഡിന് എല്ലാം റിജക്റ്റ് ആവുന്ന റീസണൊന്നും അറിയില്ല. അങ്ങനെ അതിനുശേഷം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഓക്കെ എങ്കിൽ ഞാൻ OET എക്സാം CBT എക്സാം എഴുതാം, സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി അത് 2 എഴുതി. അപ്പം OET എഴുതുന്നതിന് ആദ്യത്തെ തവണ ഫെയിലായി. 2ാമത്തെ OET എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഡേറ്റ് എടുത്ത് ഒരാഴ്ച മുന്നേ സ്വപ്നം കണ്ടു, പരിശുദ്ധ ദൈവമാതാവിനെ സ്വപ്നം കണ്ടു. നീ എക്സാം പാസ്സായതിന് ഓർത്ത് നന്ദി പറയാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരാഴ്ച ആക്ച്വലി പഠിക്കുന്നതിനാൽ കൂടുതൽ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ OETയുടെ റിസൾട്ട് വന്നപ്പോൾ ഹസ്ബൻഡ് പാസ്സായി, 2 ക്ലബിംഗ് സ്കോർ കിട്ടി, പാസ്സായി. അതിനുശേഷം CBT എക്സാമും കഴിഞ്ഞു. പിന്നീടുള്ളത് ഓസ്കി എക്സാമാണ്. അത് ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം ഹസ്ബൻഡ് അത് തൽക്കാലം എഴുതണ്ട, കുറച്ചുകൂടി കഴിയട്ടെ, അതിന് നല്ല എമൗണ്ട് ആകും, പിന്നെ അത് ഫെയിലായാൽ വീണ്ടും നമുക്കാകെ 3 ചാൻസേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന് തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടി, അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു എക്സാം എഴുതാതെ. അങ്ങനെ ഒരു ദിവസം ആ പാർട്ട് ടൈം ജോബ് പെട്ടെന്ന് നഷ്ടപ്പെട്ടില്ല, പക്ഷേ അതിന് ഓപ്പണിംഗ് ഒന്നും വരുന്നില്ല. 1 മാസത്തോളം വെയിറ്റ് ചെയ്തു, വർക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് നേരത്തെ ഗൾഫിൽ വെച്ച് ലാസ്റ്റ് ഡേ പറഞ്ഞത്, എന്നെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇനി ഇവിടെ ജോലിക്ക് കയറ്റാവൂ എന്ന് പറഞ്ഞതിനെപ്പറ്റി ഓർത്തത്. അങ്ങനെ ഹസ്ബൻഡ് ഓസ്കി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എക്സാം ഡേറ്റ് എടുത്ത് കഴിഞ്ഞ ആ സമയത്ത് വീണ്ടും സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛനെയാണ് സ്വപ്നം കണ്ടത്. 37 എന്നൊരു നമ്പറും ഹസ്ബൻഡ് കണ്ടു. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അൾത്താരയാണ് കണ്ടത്. ജോസഫ് അച്ഛനും ജോമോളും നിൽക്കുന്ന അൾത്താരയാണ് സ്വപ്നം കണ്ടത്. എന്നിട്ട് 37 എന്നുള്ള നമ്പർ എന്നോട് വന്ന് ചോദിച്ചു, ഇനി ഡേറ്റ് നമ്മൾ മാറ്റണോ, 37 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എടുക്കണോ, എന്താ. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആ സ്വപ്നത്തിൽ കാണുന്നത് ഹസ്ബൻഡ് ഒരു സ്ട്രെച്ചറിൽ കിടക്കുകയാണ്. അപ്പോൾ ജോസഫ് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് എക്സാമിൻ്റെ ഡേറ്റ് ആയിരുന്നു, എക്സാം എഴുതി. അപ്പോൾ റിസൾട്ട് വരുന്ന ദിവസം അന്ന് ഞങ്ങൾ കൗണ്ട് ചെയ്തപ്പോൾ അതാണ് 37ാമത്തെ ദിവസമാണ് ഹസ്ബൻഡ് ഓസ്കി എക്സാം പാസ്സായി UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ആയ ദിവസമാണ് ആ 37ാം ദിവസം. അപ്പോൾ അന്നേരമാണ് ഞങ്ങൾക്ക് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. അതുവരെയും എന്താണ് 37 ഒന്ന് ഞങ്ങൾ കുറേ ആലോചിച്ചു. പക്ഷേ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും യേശുപ്പയുടെയും കരുണ കൊണ്ട് ആ എക്സാം ഹസ്ബൻഡിന് പാസ്സാവാൻ സാധിച്ചു. ഇനി അപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് മാറിയിരിക്കുകയാണ് UK. ഇത് കൂടാതെ
കുറേ നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഒരു കിഡ്നി പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഡയാലിസിസിന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി 1 വർഷത്തേത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ വീണ്ടും ഉടമ്പടി എടുത്ത് അതിൽ വെച്ചിരുന്നു, എങ്ങനെയെങ്കിലും ഡയാലിസിസ് മാറ്റിത്തരണം, അത് ചെയ്യാതെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഡയാലിസിസ് ചെയ്യാനായിട്ടല്ലാതെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ വരണ്ട, ഇനി ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ദൈവകൃപയാൽ ഇന്നിപ്പം ഒരു 6-7 മാസം കഴിഞ്ഞു, ഇതുവരെയും ഡയാലിസിസ് ചെയ്യാതെ തന്നെ ആ ഒരു ഹോമിയോ ട്രീറ്റ്മെൻറ്റ് വഴി അമ്മയുടെ ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞു. ഇതുവരെ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതും പരിശുദ്ധ ദൈവമാതാവിൻ്റെ എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു. അത് തന്ന അനുഗ്രഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതുകൂടാതെ ഞങ്ങൾക്ക് മറ്റനുഗ്രഹങ്ങൾ ലഭിച്ചത്, കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു ആൻറ്റിബയോട്ടിക്കുകളൊക്കെ UK കൊണ്ടുപോകണം, അസുഖങ്ങൾ വരും, പെട്ടെന്ന് പിടിക്കും. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ഒരു ആൻറ്റിബയോട്ടിക്കും എനിക്ക് 1.5 വർഷത്തിൽ യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഞങ്ങൾ യൂസ് ചെയ്തത് ഉപ്പും തേനുമാണ്. കുഞ്ഞുങ്ങൾക്ക് അല്ലാതെ ചെറിയ ഒരു പാരസെറ്റാമോൾ ഒരു ദിവസം എല്ലാം കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. എല്ലാ ആൻറ്റിബയോട്ടിക്കുകളും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അത് കളഞ്ഞിട്ടാണ് വന്നത്. കാരണം അതൊന്നും ഉപയോഗിക്കാനുള്ള ഇടവരുത്തിയില്ല മാതാവ്. അതുകൂടാതെ മറ്റ് മോൾക്കൊരു അഡ്മിഷൻ്റെ കാര്യത്തിന് ഒരു കാത്തലിക് സ്കൂളിൽ ഞങ്ങൾ ആദ്യം പോയി. അവിടുന്ന് അഡ്മിഷൻ അവരില്ല, വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു വിട്ടു. രണ്ടാമത് ഞങ്ങളവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും വേക്കൻസി വന്നാൽ ഞങ്ങൾ അറിയിക്കാം, പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ അവിടുത്തെ ഹെഡ് ടീച്ചർ ആ റൂമിലേക്ക് വന്നു. എന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു. പുള്ളിക്കാരി അപ്പോൾ തന്നെ ഒരു ഫോം തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഫില്ല് ചെയ്തെങ്കിൽ തന്നോളാൻ പറഞ്ഞു. മോൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. ഇതൊക്കെയും നമ്മുടെ കഴിവ് കൊണ്ടല്ല, മാതാവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും ദൈവകുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളാൽ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം നമുക്ക് ആ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് വന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്കത് അനുഭവത്തിലൂടെ അറിയാൻ പറ്റും ഉടമ്പടിയിൽ വന്നതിന് ശേഷം നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത്. പിന്നെ അത് കൂടാതെ UK നിങ്ങൾക്കറിയാം, ചെല്ലുന്ന സമയത്ത് വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. എന്നാൽ ഞങ്ങൾ ദൈവമാതാവ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ദൈവമേ ഞങ്ങൾക്കൊരു നല്ല ഭവനം തരണമേ. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് റെഡിയായി, എല്ലാ സാധനങ്ങളുമായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. ആ സമയത്ത് അവിടെ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് കയറുവാനുള്ള അനുഗ്രഹവും എല്ലാം ലഭിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ സാക്ഷ്യത്തിലേക്ക് ഉള്ളത്. പിന്നെ ഞങ്ങളുടെ ഒരു ലീവ്, ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് 1.5 വർഷമായി. ഞങ്ങൾ ഒരാളെ ജോലി ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കറിയാം, ഒരു സാമ്പത്തികമായി നമുക്ക് നാട്ടിലേക്ക് വന്നു പോകുവാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ തൈലം തേച്ചിട്ടാണ് എന്നും ഡ്യൂട്ടിക്ക് പോകാറുള്ളത്. അപ്പോൾ എന്നും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ദൈവമേ ഈ കുപ്പിയിലെ തൈലം തീരുന്നതിന് മുമ്പെങ്കിലും എന്നെ നീ നാട്ടിലൊന്ന് പോയി വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി തൈലവുമായി തിരിച്ചു വരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് പോലും അറിയില്ല, അത്ഭുതകരമായി എനിക്ക് കുറച്ച് റീഫണ്ട് തുകയൊക്കെ കിട്ടാനുണ്ട്. നമുക്ക് കിട്ടി. ഞങ്ങൾ ലീവിന് നാട്ടിൽ വന്ന് ഉടമ്പടി പുതുക്കി ഞങ്ങൾ നാളെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇതൊക്കെയും നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവമാതാവും പരിശുദ്ധ ദൈവമാതാവും ഈശോകുമാരനും തന്ന അനുഗ്രഹങ്ങൾ വഴിയാണ് ഇതൊക്കെയും സാധ്യമായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, UK അവിടെ ഒത്തിരി ഹോംലെസ് ആൾക്കാരുണ്ട്. നമ്മളപ്പോൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന വിധം ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളവിടെ കാത്തലിക് ചർച്ചുകളിൽ പോയി വാക്യൂം ക്ലീനറും അവരുടെ ബ്രഷ് എല്ലാം അവിടെയുണ്ട്. നമ്മൾ ആ പള്ളി ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്, ഹസ്ബൻഡും ഞാനും കൂടെ. പിന്നെ അതല്ലാണ്ട് ഞങ്ങളുടെ ഒരു സാലറി എല്ലാ മാസവും ഒരു ചെറിയ തുക മാറ്റിവെക്കാറുണ്ട്, ഞങ്ങളാൽ കഴിയുന്ന വിധം മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ അത് ആരാണ്, ചിലപ്പോൾ നാട്ടിൽ നിന്ന് ചില ക്യാൻസർ പേഷ്യൻസിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും നമുക്ക് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ തുക എടുത്ത് അവരുടെ നാട്ടിലേക്കുള്ള ആവശ്യം അല്ലെങ്കിൽ അവിടെയുള്ള ആവശ്യത്തിന് വേണ്ടി അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പത്രം ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് പത്രമാണ് മേടിച്ചുകൊണ്ട് പോയത്. മലയാളം പത്രം മേടിക്കുന്നത് ഇവിടെ തന്നെ പോകുന്നതിന് മുമ്പ് ഈ പ്രാവശ്യം മേടിച്ചെല്ലാം കൊടുത്തു തീർത്തു. ഇനി ഞങ്ങൾ ഇംഗ്ലീഷ് പത്രമുണ്ട്, അത് അവിടെ പോയി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് നമ്മുടെ അനുഗ്രഹം പറഞ്ഞു തന്നെയാണ് കൊടുക്കാറുള്ളത്. ചിലർ സ്വീകരിക്കില്ല, എന്നാൽ സ്വീകരിക്കുന്നവരും ഒരുപാട് പേരുണ്ട്, സന്തോഷത്തോടെ സ്വീകരിക്കും. പിന്നെ ഞങ്ങൾ മുഖേന കുറേ ആളുകൾ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. അവർ നമ്മളുടെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഇതിൽ അവർ ഉടമ്പടിയിലേക്ക് വരുവാനും അത് ഞങ്ങൾ മൂലം സാധിച്ചിട്ടുണ്ട്.
ആത്മീയ ജീവിതം ഞങ്ങൾ ഉടമ്പടിയിൽ ഞങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും, ഞങ്ങൾ UK എത്തിയതിന് ശേഷം ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിലുള്ളവരാണ്. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഞായറാഴ്ച മാത്രമേ കുർബാനയുള്ളൂ. ഞങ്ങൾ കാത്തലിക് ചർച്ചുകളിൽ പോകാറുണ്ട്. ഹസ്ബൻഡ് എല്ലാ ദിവസവും കഴിയുന്നത്രയും ദിവസം എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ ഓഫുള്ള ദിവസങ്ങളിലും പോകാറുണ്ട്. പിന്നെ കുമ്പസാരം 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ 1 എന്നുള്ള രീതിയിൽ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയും ബൈബിൾ റീഡിങ് അരമണിക്കൂർ, നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അരമണിക്കൂർ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ടൈമും കൂടെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ആഡ് ചെയ്ത് 1 മണിക്കൂറാക്കി അങ്ങനെ ബൈബിൾ റീഡിങ് അത് തീർക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയും എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ജപമാല, ഞങ്ങൾ ഇത് ഉടമ്പടിയിൽ എത്തിയതിന് ശേഷമാണ് ജപമാല ചൊല്ലി തുടങ്ങിയത്. എല്ലാ ദിവസവും മുടക്കം കൂടാതെ ജപമാല ചൊല്ലാറുണ്ട്. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ജപമാലയും ചൊല്ലി പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാം മുടക്കം കൂടാതെ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. പിന്നെ ജപമാല റാലി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ UK പക്ഷെ ഞാൻ ഹസ്ബൻഡും അവിടെ ഒരു കാത്തലിക് ചർച്ചിൽ പോയി ആ ജപമാല റാലിയുടെ ദിവസം ആ സമയം വെളുപ്പിനെ ഞങ്ങൾ അവിടെ ചെന്ന് ആ പള്ളിയുടെ അവിടം വരെ പള്ളി വരെ നടന്ന് പോയിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി വഴി വന്ന മാറ്റങ്ങൾ. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഉടമ്പടിക്ക് മുന്നേയും ഉടമ്പടിക്ക് ശേഷവും ഉള്ള ഒരു ജീവിതം, അത് എന്താണെന്ന് നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. ഹസ്ബൻഡിന് പറയാനുള്ളതിന് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മെറിറ്റ് കൊണ്ട് ഒരിക്കലും ഈ എക്സാമുകളൊന്നും പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതെല്ലാം ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ പരിശുദ്ധ നമ്മുടെ കർത്താവ് യേശുമിശിഹ ചെയ്ത അനുഗ്രഹങ്ങളാണ്. അതിനെത്ര സൂചിച്ചാലും മതി വരികയില്ല. അത്രമാത്രം വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ജോലിയോ സമ്പത്തോ ഇതൊന്നുമല്ല, ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് ഈ ഉടമ്പടി ഞങ്ങളെ കൂടുതൽ പഠിപ്പിച്ചത്. അതിന് ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു.